സോണിയാഗാന്ധിക്ക് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി പോയിട്ട് സ്വർണത്തിന്റെ ഒരു ബ്രേസ്ലെറ്റ് കെട്ടിക്കൊടുത്തു. കണ്ടില്ലേ പടം? ഈ സ്വർണം ഏതാണ്? ശബരിമലയിൽ നിന്ന് മോഷ്ടിച്ച സ്വർണമാണ്. ശബരിമലയിൽ നിന്ന് മോഷ്ടിച്ച സ്വർണം ഉണ്ണികൃഷ്ണൻ പോറ്റി സോണിയക്ക് കെട്ടിക്കൊടുക്കുകയാണ്. ഇതിന്റെ കൂടെ ആരാണുള്ളത്? ആന്റോ ആന്റണി MP, അടൂർ പ്രകാശും ആന്റോ ആന്റണിയും ഉണ്ണികൃഷ്ണൻ പോറ്റിയും സോണിയാഗാന്ധിയും കൂടെ നിൽക്കുന്ന പടം. എന്നിട്ട് പറയുകയാണ് ഇവരെയാണ് പിടിക്കേണ്ടത്. എടോ അനിൽകുമാറെ, എടോ അന്തംഗമ്മികളെ, സോണിയാഗാന്ധിയാണ് ഇതിന് പിന്നിലെങ്കിൽ പറയടോ SITക്ക് തെളിവ് കൊടുക്കടോ. SITയോട് പറയടോ, പിടിക്കാൻ പറയടോ. അല്ലാതെ ഒരു പടം കാണിച്ചിട്ട് ആർക്കൊക്കെ ഉള്ള പടമുണ്ട്? ഉണ്ണികൃഷ്ണൻ പോറ്റി കാരണഭൂതത്തിന്റെ കൂടെ നിൽക്കുന്ന പടമില്ലേ? ഉണ്ണികൃഷ്ണൻ പോറ്റിയും കാരണഭൂതവും അടുത്തടുത്ത് നിൽക്കുന്ന പടമില്ലേ? ഉണ്ണികൃഷ്ണൻ പോറ്റിയും കാരണഭൂതവും തമ്മിൽ കുശുകുശുക്കുന്ന പടമില്ലേ? അല്ലേ? കടകംപള്ളിയും ഉണ്ണികൃഷ്ണൻ പോറ്റിയും തമ്മിൽ സംസാരിക്കുന്ന പടമില്ലേ? അതൊന്നും പ്രശ്നമില്ല. സോണിയാഗാന്ധിയുടെ കയ്യിൽ എന്താണ് കെട്ടിക്കൊടുക്കുന്നത്? നമുക്ക് എന്തെങ്കിലും കെട്ടിക്കൊടുക്കുക, എന്ത് ഭണ്ഡാരം കെട്ടിക്കൊടുക്കട്ടെ. പക്ഷേ അനിൽകുമാർ പറയുന്നു അത് സ്വർണമാണ്. അത് 916 പരിശുദ്ധിയുള്ള പണ്ട് ഇയാൾ ഉണ്ടാക്കി കൊടുത്ത നമ്മുടെ വിജയ് മല്യ പതിപ്പിച്ചു കൊടുത്ത ആ സ്വർണം തന്നെയാണ്, സംശയമില്ലാതാണ് ഇയാൾ പറയുന്നത്. ഏതോ ചർച്ചയിൽ അവതാരകൻ ചോദിക്കുന്നുണ്ട്, സ്വർണം തന്നെയാണോ? അവസാനം പിന്നെ പറഞ്ഞ വാക്ക് മാറ്റി പറയാൻ ഒരു ഉളുപ്പില്ലല്ലോ. പിന്നീട് അത് ചരടാക്കി പിന്നെ ഇടയ്ക്ക് വീണ്ടും സ്വർണമാക്കുന്നു. ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് ഇത്രയേ ഉള്ളൂ. എന്ന് പറഞ്ഞാൽ ഈ വാർത്ത ദേശാഭിമാനിയുടെ ഇന്നത്തെ പത്രത്തിലുണ്ട്. കോൺഗ്രസ് ബന്ധം മറനീങ്ങുന്നു എന്നാണ് കേട്ടോ. ഇന്നത്തെ ദേശാഭിമാനിയും പറയുന്നു, ശബരിമല സ്വർണ്ണ മോഷണം, കോൺഗ്രസ് ബന്ധം മറനീങ്ങുന്നു, വിഗ്രഹക്കടത്തുകാരനും പങ്ക്. അങ്ങനെയാണ് വാർത്ത. അതായത് കേസിലെ മുഖ്യപ്രതികളായ ഉണ്ണികൃഷ്ണൻ പോറ്റിയും പങ്കജ് ഭണ്ഡാരിയും ഗോവർദ്ധനും അടക്കമുള്ളവർക്ക് കോൺഗ്രസ് ഉന്നത നേതാക്കളുമായി ബന്ധമുണ്ടെന്നതിന്റെ തെളിവുകൾ പുറത്തു വന്നു. എന്താ തെളിവ് എന്നറിയോ? അതായത് ഈ പറഞ്ഞ ആൾക്കാർ സോണിയാഗാന്ധിക്കൊപ്പം നിൽക്കുന്നു. എന്റെ പൊട്ടന്മാരെ, ഈ അന്തംഗമികളെ പൊട്ടന്മാരെ എന്ന് വിളിച്ചൊന്നും കാര്യമില്ല. കേട്ടോ, അത്യാവശ്യം തലയിൽ എന്തെങ്കിലും ഒരു മൂള ഉണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ സോണിയാഗാന്ധിയാണ് ഈ തട്ടിപ്പിന്റെ കൂടെ ഉള്ളതാണ്ട് വിചാരിക്കും. സോണിയാഗാന്ധിയാണ് ശബരിമല അയ്യപ്പന്റെ സ്വർണ്ണം അതാണല്ലോ നിങ്ങൾ പറഞ്ഞുകൊണ്ട് വരുന്നത് ഞങ്ങളെ ഉള്ളിൽ കിടക്കുന്ന ഞങ്ങളെ വാസുവല്ല, ഞങ്ങളെ പത്മകുമാറല്ല, കടകംപള്ളിയല്ല, വാസവനല്ല, ഞങ്ങളെ കാരണഭൂതമല്ല. ഇതിന്റെ ഒക്കെ പിന്നിൽ പ്രവർത്തിച്ച ആരാണ്? സോണിയാഗാന്ധിയും ആന്റോ ആന്റണിയും പിന്നെ അടൂർ പ്രകാശും അല്ലെങ്കിൽ കോൺഗ്രസ് നേതാക്കളാണ് ഇതിന്റെ പിന്നിലെന്നാണല്ലോ നിങ്ങൾ പറഞ്ഞുകൊണ്ട് വരുന്നത്. സോണിയാഗാന്ധിയാണെന്ന് വിചാരിക്കും. അപ്പൊ സോണിയാഗാന്ധി ഈ കൊള്ളയൊക്കെ നടത്തിയിട്ട് ഈ കൊള്ളക്ക് കൂട്ടുനിന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയെ വിളിച്ചിട്ട്, പറ്റിയേ ആ സ്വർണത്തിന്റെ ഒരു ഭാഗം എനിക്ക് ഇങ്ങനെ കെട്ടിക്കൊണ്ട എന്നൊക്കെ പറഞ്ഞ ആ ഫോട്ടോ കിട്ടോ, ഗ്രൂപ്പ് ഫോട്ടോ നമ്മളെ കള്ളന്മാരും കൊള്ളക്കാരും എല്ലാം കൂടി ചേർന്നുള്ള ഒരു ഫോട്ടോ ഒക്കെ എടുത്ത് ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്ത് എന്താണോ ഇത്? ഈ സോണിയാഗാന്ധിയാണ് ചെയ്തതെങ്കിൽ ഇവരിങ്ങനെ പബ്ലിക്കായിട്ട് ഈ പറയുന്ന കള്ളന്മാരെയും കൊള്ളക്കാരെയും ഒക്കെ ഇങ്ങനെ കൂടെ നിർത്തി കയ്യിൽ ഒരു ബ്രേസ്ലെറ്റും കെട്ടി ഇവരിൽ നിന്ന് സമ്മാനവും വാങ്ങി ചിരിച്ച് ഇവരുടെ തോളിലും കൈയിട്ട് ഫോട്ടോ എടുത്ത് ഇത് ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്യാണ് പൊട്ടന്മാരെ. എന്നിട്ട് ഉളുപ്പില്ലാതെ ഇതിങ്ങനെ പ്രചരിപ്പിക്കുകയാണ്. അനിൽകുമാറിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് എടുത്തു നോക്കിയാൽ നിങ്ങൾ അത്ഭുതപ്പെടും. ഓരോ ദിവസവും 5-6 ഫേസ്ബുക്ക് പോസ്റ്റ്. അതിന് പിന്നിൽ സോണിയാഗാന്ധി, പിന്നിൽ അടൂർ പ്രകാശ്, പിന്നിൽ ആന്റോ ആന്റണി. എന്നിട്ട് ഞങ്ങളെ പാവം സഖാക്കന്മാരെ ഈ ജയിലിൽ പിടിച്ചിട്ടിരിക്കുന്നു. എടോ, 2016 മുതൽ ഇത് ഭരിക്കുന്നത് ആരാടോ? 2016 മുതൽ നിങ്ങളുടെ കാരണഭൂതത്തിന്റെ ഭരണമല്ലേ? ദേവസ്വം ബോർഡ് നിങ്ങളുടെ കയ്യിലല്ലേ? ഈ പറയുന്ന ഉദ്യോഗസ്ഥന്മാരെ നിങ്ങളുടെ കൂടെയല്ലേ? ഇനി ഈ പോറ്റി വന്നും കണ്ട് ഇത് സ്വർണം പൂശണം എന്ന് പറഞ്ഞാൽ ഇത് അഴിച്ചു കൊടുത്തത് നിങ്ങളല്ലേ അഴിച്ചു കൊടുത്തത്? നിങ്ങളല്ലേ രജിസ്റ്ററിൽ സ്വർണം ചമ്പാക്കിയത്? ഇതൊക്കെ ചെയ്തു കഴിഞ്ഞിട്ടല്ലേ നിങ്ങളുടെ നേതാക്കന്മാർ അതിന്റെ ഉള്ളിൽ കിടക്കുന്നത്? എന്നിട്ട് സോണിയാഗാന്ധിയാണ്, ആന്റോ ആന്റണിയാണ്, അടൂർ പ്രകാശാണ്, VD സതീശന്റെ കൂടെയുള്ള ഒരുപാട് പത്രം VD സതീശനാണ്. അപ്പൊ കടകംപള്ളിയുടെ കൂടെയുള്ള പടം അത് പിന്നെ ഞങ്ങൾ പിന്നെ അങ്ങനെയല്ലേ? കാരണഭൂതത്തിന്റെ കൂടെയുള്ള പടം അത് പിന്നെ കാരണഭൂതല്ലേ? എന്നിട്ട് ഒരു ഉളുപ്പുമില്ലാതെ ഇതാ ഇന്നത്തെ ദേശാഭിമാനി മാത്രമല്ല, ഞാൻ ഇന്നലത്തെ ദേശാഭിമാനി ഇതിനേക്കാൾ കടുപ്പത്തിലാണ് കേട്ടോ. അതായത് ഇന്നലെ പേരടി പാടിയവർക്ക് ഒരു ഉത്തരം മുട്ടില്ലടോ. ആ പേരടിയുടെ താഴെ ഇനിയും വരികളുണ്ട്. അതാണ് 2026 തെരഞ്ഞെടുപ്പിൽ വരാൻ പോകുന്നുണ്ടല്ലോ. ഇപ്പൊ ആകെ 4-5 വരികൾ മാത്രമേ ജനങ്ങളുടെ മനസ്സിലുള്ളൂ. അതിന് ശേഷം വരികളുണ്ട്. TP ചന്ദ്രശേഖരനെ കൊന്നത് മുതൽ നിങ്ങൾ ഈ മുണ്ടക്കൈ ചൂരൽമലയിലൊക്കെ നിങ്ങൾ കാട്ടിക്കൂട്ടിയ തോന്നിവാസങ്ങൾ ഇതുവരെ വീടായിട്ടില്ലട്ടോ.
ഒന്നര വർഷമായിട്ടും നിങ്ങളുടെ കയ്യിൽ കോടികൾ അല്ലെ, കേന്ദ്രത്തിൽ നിന്ന് വാങ്ങിയ കോടികൾ, ഞങ്ങളൊക്കെ സംഭാവന ചെയ്ത കോടികൾ, അതൊക്കെ വെച്ചിട്ട് ഒരു വീട് പോലും നിങ്ങൾ തീർത്തു കൊടുത്തിട്ടില്ല. 1.5 വർഷമാകുന്നു കേട്ടോ, 1.5 വർഷമാകുന്നു. അതിന്റെയൊക്കെ വിവരണങ്ങൾ ഈ പാട്ടിലുണ്ട് കേട്ടോ. കുഞ്ഞബ്ദുള്ളയുടെ പാട്ട് തന്നെ. ആ പാട്ടൊക്കെ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിങ്ങളുടെ ശവപ്പെട്ടിയിൽ അവസാനത്താണിയായി ആ പാട്ടുകളൊക്കെ ആഞ്ഞാഞ്ഞ് വീശും കേട്ടോ അന്തംഗമ്മികളെ. അപ്പൊ പറയാൻ കേട്ടോ, എന്താണ് പാരഡി പാടിയവർക്ക് ഉത്തരം മുട്ടിയത്രേ. സ്വർണം കെട്ടവർക്ക് പിടി ഹൈക്കമാൻഡിൽ. ഇങ്ങനൊരു പത്രം. സ്വർണം കെട്ടവർക്ക് പിടി ഹൈക്കമാൻഡിൽ. ഭഗവാന്റെ അയ്യപ്പന്റെ സ്വർണം കട്ടിട്ട് കേരളത്തിലെ ഏറ്റവും മൂത്ത 2 സഖാക്കന്മാര് ജാമ്യം പോലും കിട്ടാതെ കോടതിയിൽ കിടക്കുമ്പോ കോടതി പറയുകയാണ് 2025 വാസവൻ ഉൾപ്പെട്ട, പ്രശാന്ത് ഉൾപ്പെട്ട സംഘത്തിന് വരെ ഇതിൽ പങ്കുണ്ടോ എന്ന് സംശയം. കാരണം 2019 നടന്ന ഈ സ്വർണം പൂശൽ മറച്ചു വെക്കാൻ വേണ്ടിയിട്ട്, അതിലെ കള്ളക്കളികൾ മറച്ചു വെക്കാൻ വേണ്ടിയിട്ടാണ് 2025 ശ്രമമുണ്ടായത്. ഇവിടെ നിന്ന് സ്വർണ്ണപ്പാളികൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സ്വർണം പൂശൽ പരിപാടികൾ ഒരിക്കലും പുറത്തേക്ക് പോകാൻ പാടില്ല, അല്ലെങ്കിൽ പുറത്തേക്ക് കൊണ്ടുപോകാൻ പാടില്ല എന്ന് പറയുമ്പോഴും ഇവിടുത്തെ ഈ പറയുന്ന ഈ പാളികളൊക്കെ എന്തിനു വേണ്ടിയിട്ട് പുറത്തേക്ക് കൊണ്ടുപോയി? ഇത് ഈ മാനുവലിനെതിരല്ലേ, അല്ലെങ്കിൽ ഈ ദേവസ്വം ബോർഡിന്റെ ചട്ടങ്ങൾക്കെതിരല്ലേ? ഇത് ഹൈക്കോടതിയുടെ നിർദ്ദേശങ്ങൾക്കെതിരല്ലേ? നിങ്ങൾ എങ്ങനെ കൊണ്ടുപോകുമ്പോൾ വാസവനോടാണ് ചോദിക്കുന്നത്. നിങ്ങളൊക്കെ വലിയ മാന്യന്മാരായി നടക്കണ്ട കേട്ടോ. നിങ്ങളുടെ ഭരണത്തിന് കീഴിൽ ഏറ്റവും അവസാനം 2025 ഈ ദ്വാരപാലക ശില്പങ്ങൾ സ്വർണം പൂശാൻ വേണ്ടിയിട്ട് കൊണ്ടുപോയില്ലടോ. ഈ പോറ്റിയുടെ കൂടെ തന്നെ ഈ ദേവസ്വം ബോർഡിന്റെ ചട്ടങ്ങൾ പറയുന്നുണ്ടോ ഇത് പുറത്തേക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന? എന്ത് കാര്യം ചെയ്യണമെങ്കിലും അത് ഹൈക്കോടതിയുടെ സ്പെഷ്യൽ കമ്മീഷണറുടെ അനുവാദം വേണമെന്ന് അറിയില്ലടോ തനിക്കൊക്കെ. വാങ്ങിയോ? ഇല്ല. എന്നിട്ട് പറയുന്നു ചെറിയൊരു പിഴവ്. പ്രസാദ പറയും ചെറിയൊരു പിഴവ് പറ്റി, ഈ ഹൈക്കോടതിയുടെ സ്പെഷ്യൽ കമ്മീഷണറോട് പറയാൻ വിട്ടുപോയി, പറഞ്ഞില്ല. അവസാനം പിടിച്ചു. സ്പെഷ്യൽ കമ്മീഷണർ ഇതറിഞ്ഞു, ഹൈക്കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി. അപ്പോഴാണ് ഹൈക്കോടതി പറഞ്ഞത് കൊണ്ടുപോയതൊക്കെ തിരിച്ചു കൊണ്ടുവരാൻ പറഞ്ഞു. വാസവനോട് പറഞ്ഞു, വാസവ കൊണ്ടുപോയതൊക്കെ തിരിച്ചു കൊണ്ടുപോകണോ എന്ന് പറഞ്ഞു. അപ്പോഴാണ് അന്വേഷണം പറഞ്ഞത് അത് ഉരുക്കിപ്പോയി, അത് വെള്ളം പോലെയായി, ലിക്വിഡ് ഫോമിലായി. അപ്പോഴാണ് ഹൈക്കോടതി പറഞ്ഞത് എന്നാ പിന്നെ ലിക്വിഡ് ഫോമിലായത് കൊണ്ടുവരാൻ പറ്റില്ലല്ലോ, എന്നാ പിന്നെ എന്തെന്ന് ആകട്ടെ, അതായിട്ട് അത് പൂശിയിട്ട് കൊണ്ടുപോവാ എന്ന് പറഞ്ഞു. അതിനെ തുടർന്നാണ് ഹൈക്കോടതി തന്നെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ പ്രഖ്യാപിച്ചല്ലാതെ അന്തംഗമ്മികൾ പണ്ട് പറഞ്ഞു നടന്ന പോലെ ഞങ്ങൾ പറഞ്ഞിട്ടാണ് ഇങ്ങനെ ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ പ്രഖ്യാപിച്ചത്. നല്ലടോ, നിങ്ങൾ പറഞ്ഞിട്ടല്ല. നിങ്ങളുടെ തെണ്ടിത്തരം, നിങ്ങളുടെ കള്ളത്തരം ബോധ്യപ്പെട്ടപ്പോ ഹൈക്കോടതി തന്നെ നിങ്ങൾ ഏറ്റവും വലിയ കള്ളന്മാരാണെന്ന് മനസ്സിലാക്കിയപ്പോ നിങ്ങൾ അന്വേഷിക്കേണ്ട, ഞങ്ങൾ അന്വേഷിച്ചോളാം എന്ന് പറഞ്ഞിട്ട് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ പ്രഖ്യാപിച്ചതാണ്. ഏറ്റവും അവസാനം ഗോവൻ എന്ന് പറയുന്ന മറ്റൊരു അന്തംഗമ്മി ഒരു ചർച്ചയിൽ പറയാനുണ്ടോ, ഉളുപ്പില്ലായ്മേ നിന്റെ പേരോ അന്തംഗമ്മികൾ എന്ന് ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്, ഒരു പ്രസ്താവനയാണ് ആ അന്തംഗമ്മി. അനിൽകുമാറൊക്കെ പോട്ടെ, അനിൽകുമാറിനൊക്കെ അങ്ങപ്പുറം കിടക്കുന്ന ഒരു വെട്ടാവളിയനാണ് ഈ ഗോവൻ എന്ന് പറയുന്ന ഒരു ന്യായീകരണ തൊഴിലാളി. മൂപ്പര് ഒരു ചർച്ചയിൽ വന്നിരുന്ന് പറയാണ്, അപ്പുറം കോൺഗ്രസിന്റെ കോൺഗ്രസിന്റെ പ്രതിനിധികളോട് ചോദിക്കുകയാണ്, ഞങ്ങളല്ലേ കണ്ടെത്തിയത്, അയ്യപ്പന്റെ സ്വർണം കട്ടത് ഞങ്ങളല്ലേ കണ്ടെത്തിയത്, ഞങ്ങളല്ലായിരുന്നെങ്കിൽ കണ്ടെത്തുമായിരുന്നോ? ഞങ്ങൾ കക്കും ഞങ്ങൾ കണ്ടെത്തും. ഈ പൊട്ടം പറയാണ്, ഞങ്ങൾ കക്കും ഞങ്ങൾ കണ്ടെത്തും. നിങ്ങളല്ലടോ കണ്ടെത്തത്, നിങ്ങളല്ലടോ കണ്ടെത്തിയത് ഹൈക്കോടതിയുടെ നിർദ്ദേശത്തിലും ഹൈക്കോടതിയിലെ നിയന്ത്രണത്തിലും മേൽനോട്ടത്തിലും അല്ലായിരുന്നുവെങ്കിൽ കാരണഭൂതത്തിന്റെ സ്വന്തം പോലീസുകാർ, കാരണഭൂതത്തിന്റെ മാത്രം നേതൃത്വത്തിലാണ് അന്വേഷണം നടക്കുന്നതെങ്കിൽ എന്താ സംഭവിക്കുമായിരുന്നത്? പോറ്റി മാത്രം അകത്താകും. ഇത് പോറ്റി ഒറ്റക്ക് ചെയ്ത പരിപാടിയാണെന്ന് പറയും. അത്രയേ ഉള്ളൂ. അതിന്റെ അങ്ങേപ്പുറത്തേക്ക് പോകില്ല. എന്നിട്ട് നിങ്ങൾ കട്ടുകൊണ്ടുപോയിട്ട് ഹൈക്കോടതി അന്വേഷണം നടത്തിയിട്ട് നിങ്ങളുടെ നേതാക്കന്മാരൊക്കെ പിടിയിലായപ്പോ ഉളുപ്പുമാരല്ല പറയാണ്, ഞങ്ങളുടെ ഭരണത്തിന് കീഴിൽ ഞങ്ങളല്ലേ പിടിച്ചതെന്ന് ചോദിക്കുന്നുണ്ട്. ആ തൊലിക്കട്ടിക്ക് മുന്നിൽ നമോവാകം പറഞ്ഞുകൊണ്ട് ഇനി ബാക്കിയൊന്നും പറയുന്നില്ല. ഇതിൽ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു, പറയാൻ വയ്യ. പറഞ്ഞിട്ട് എന്ത് കാര്യം? സഖാക്കന്മാരെ നമ്മൾ പറഞ്ഞ് കാര്യങ്ങൾ ബോധ്യപ്പെടാൻ പറ്റില്ല. ഇവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ഇനി വരുന്ന ദിവസങ്ങളിലും ഇവർ പറഞ്ഞുകൊണ്ടിരിക്കും. സോണിയാഗാന്ധി, ആന്റോ ആന്റണി, അടൂർ പ്രകാശ്, വി ഡി സതീശൻ
ഇവരൊക്കെ ചേർന്നിട്ടാണ് അയ്യപ്പന്റെ സ്വർണം കട്ടത്. ഞങ്ങളല്ല കട്ടത്. ഞങ്ങളുടെ എന്താ പറയാ, ഞങ്ങളുടെ എൻ വാസു പാവം പാവാട, ഞങ്ങളുടെ കടകംപള്ളി പാവാട, ഞങ്ങളുടെ ആരാ പറയാ പത്മകുമാർ പാവാട, കപ്പിത്താൻ പാവാട. എന്റെ മക്കളെ പോയി തൂങ്ങി ചത്തൂറോ നിങ്ങൾക്കൊക്കെ. കമ്മ്യൂണിസ്റ്റ് എന്താ പറയാ, കമ്മ്യൂണിസ്റ്റുകാരാണ് എന്ന് പറഞ്ഞിട്ട് നടക്കാൻ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാർക്ക് അല്ലെ, കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾ മനസ്സിൽ ഇപ്പോഴും ഇങ്ങനെ ഒരു കടാജ്വാലയായി കത്തുന്ന എത്ര ആദർശ ധീരരായ കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകരുണ്ടെന്ന് അറിയാം നമ്മുടെ നാട്ടിൽ. അവരെ കുറിച്ച് ഓർത്തിട്ടാണ് എന്റെ ഒരു സങ്കടം കേട്ടോ. കഴിഞ്ഞ ദിവസം ആ ഫേസ്ബുക്ക് പോസ്റ്റില് ഡോക്ടർ ആസാദ് പറഞ്ഞ പോലെ സ്വർണം കെട്ടവരാരപ്പ, സഖാക്കളാണ് അയ്യപ്പ എന്ന് കേൾക്കുമ്പോ സ്വർണം കക്കാത്ത സഖാക്കളും ഇവിടെ ഉണ്ട് എന്ന് വേദനയോടെ ഡോക്ടർ ആസാദ് പറയുമ്പോ അതെങ്കിലും ആ സഖാക്കളെ തന്നെങ്കിലും ഒന്ന് മനസ്സിൽ ഓർത്തിട്ട് വേണം കള്ളക്കഥകൾ പറയാൻ, പ്രചരിപ്പിക്കാൻ. എന്റെ പൊന്ന് അനിൽകുമാറെ, എന്താ പറയാ മറ്റേ വെട്ടാവളിയുടെ പേരെന്തായിരുന്നു, എന്തെങ്കിലും ആവട്ടെ, എല്ലാ ന്യായീകരണ തൊഴിലാളികളോടും പറയുകയാണ്, പാവപ്പെട്ട സഖാക്കന്മാരെ, നല്ല സഖാക്കന്മാരെ, 916 പരിശുദ്ധിയുള്ള പാവം സഖാക്കന്മാരെ, അവരെ നിങ്ങൾ ഓർക്കണം കേട്ടോ. അത്രമാത്രം. ബാക്കി നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാം കേട്ടോ. നന്ദി, നമസ്കാരം.